തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആമീഴഞ്ചാന്തോട് വൃത്തിയാക്കുന്നതിനിടെ മാലിന്യത്തിൽ മുങ്ങിമറിഞ്ഞ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. തകരപ്പറമ്പ് ഭാഗത്താണ് ഇന്ന് രാവിലെ 9 മണിയോടെ മൃതദേഹം പൊങ്ങിയത്. കണ്ടെടുത്ത മൃതദേഹം ജോയിയുടേതാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. മൃതദേഹം ജീർണാവസ്ഥയിലായ നിലയിലാണ് കണ്ടെത്തിയത്. ഫയർഫോഴ്സും നാവികസേനയും ചേർന്ന് ജോയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചതിനിടെയാണ് കനാലിന്റെ മറ്റൊരു വശത്ത് മൃതദേഹം പൊങ്ങിയത്. കാണാതായി 46 മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജോയ്ക്കായി 2 രാത്രിയും 2 പകലും നീണ്ട തിരച്ചിൽ നടത്തിയെങ്കിലും ജോയ് ഒഴുകിപ്പോയത് എങ്ങോട്ടെന്ന് വ്യക്തമായിരുന്നില്ല. 3-ാം ദിവസമായ ഇന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ രാവിലെ തുടങ്ങിയിരുന്നു. സോണാർ ഉപയോഗിച്ച് പരിശോധിച്ച ശേഷമാണ് ഇന്നത്തെ ദൗത്യം തുടങ്ങിയത്. ഇന്നലെ NDRFും ഫയർഫോഴ്സും സംയുക്തമായി പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്തിയിരുന്നില്ല. രക്ഷാപ്രവർത്തകർ മണിക്കൂറുകളോളം ജീവൻ പണയം വെച്ച് മലിനജലത്തിൽ മുങ്ങിയും നീന്തിയും മാലിന്യങ്ങൾ നീക്കിയും തിരച്ചിൽ നടത്തിയെങ്കിലും ജോയ് എവിടെയെന്ന് വ്യക്തമായിരുന്നില്ല. ശനിയാഴ്ച രാവിലെ 11-നാണ് ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ആദ്യ ദിവസം രാത്രി നിർത്തിവെച്ച തിരച്ചിൽ ഇന്നലെ രാവിലെ 6:30യോടെ പുനരാരംഭിച്ചു. ക്യാമറ ഘടിപ്പിച്ച 2 റോബോട്ടുകൾ രാവിലെ നടത്തിയ പരിശോധനയിൽ ജോയിയെ കാണാതായതിനു സമീപം 10 മീറ്ററോളം ഉള്ളിൽ മനുഷ്യ ശരീരം പോലുള്ള ദൃശ്യം കണ്ടത് പ്രതീക്ഷയുയർത്തിയിരുന്നു. എന്നാൽ സ്ക്യൂബ സംഘത്തിന്റെ പരിശോധനയിൽ അത് മനുഷ്യനല്ലെന്ന് സ്ഥിരീകരിച്ചു. അഗ്നിരക്ഷാസേന, സേനയുടെ ഭാഗമായ സ്ക്യൂബ ടീം, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവരടങ്ങിയ രക്ഷാസംഘം പല ഘട്ടങ്ങളിലായി റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലെ 120 മീറ്ററോളം നീളമുള്ള ടണലിൽ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചു. അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യവും നീക്കാൻ ജലസേചന വകുപ്പിന്റെ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തും വെള്ളം കെട്ടി നിർത്തിയ ശേഷം തുറന്നുവിട്ടും ശ്രമം നടത്തി. ദൗത്യം അതീവ ദുഷ്കരമായിരുന്നു. മാൻഹോളിലിറങ്ങിയും പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെ മൃതദേഹം കനാലിന്റെ ഒരു വശത്ത് പൊങ്ങിയത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ആമീഴഞ്ചാന്തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനിടെയാണ് ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. 3 പേരാണ് ശുചീകരണത്തിനായി തോട്ടിലിറങ്ങിയത്. മഴ കനത്തതോടെ ജോയ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കനാലിന്റെ 140 മീറ്റർ നീളമുള്ള വീതി കുറഞ്ഞ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി 3 അംഗ തൊഴിലാളികൾ ശുചീകരണത്തിൽ ഏർപ്പെട്ടിരുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ കനാലിനുള്ളിലെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ജോയ്ക്ക് കൃത്യസമയത്ത് പുറത്തിറങ്ങാനായില്ല. സഹപ്രവർത്തകർ ആദ്യം കയർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല. മാരായിമുട്ടം സ്വദേശിയാണ് റെയിൽവേയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയ്. M5 ന്യൂസ്, തിരുവനന്തപുരം.